അമേരിക്കയും ഇസ്രായേലും വ്യോമാക്രമണം തുടരുന്നതിനിടെ ഇറാനിൽ മരണം 1000 കടന്നതായാണ് റിപ്പോർട്ടുകൾ. സ്വാഭാവികമായും കൊല്ലപ്പെടുന്നതിൽ ഏറെയും സാധാരണക്കാരാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലും നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലും ജീവൻ നഷ്ടപ്പെടുന്നതും സാധാരണക്കാരുടേതാണ്. എന്നാൽ യുദ്ധം സാധാരണക്കാരന് വേണ്ടിയല്ലതാനും. ചില രാജ്യങ്ങൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ആക്രമിക്കുമ്പോൾ പ്രഹരമേൽക്കുന്ന രാഷ്ട്രത്തിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തകർച്ച എന്നാൽ സമാധാനത്തിന്റെ വാതിൽ തുറക്കൽ അല്ല, വലിയ മാറ്റങ്ങൾക്കാകും തുടക്കമിടുക. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ഭരണകൂട മാറ്റമാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ അത് അത്ര എളുപ്പമല്ല എന്നതാണ് സാഹചര്യം. യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇറാൻ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. അമേരിക്ക ഇസ്രായേൽ സംയുക്ത സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലി ഖമനിയുടെ മകൻ മുജ്തബ ഖമനിയെ പുതിയ പരമോന്നത നേതാവായി വിദഗ്ധ സമിതി തെരഞ്ഞെടുത്തുവെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് പുരോഹിതൻ അലി റേസ അറാഫി എന്നിവരടങ്ങുന്ന 3 അംഗ താൽക്കാലിക നേതൃത്വ സമിതിയാണ് ഖമനിയുടെ മരണത്തിന് ശേഷം ഔദ്യോഗിക ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അഥവാ IRGC എന്നതിന്റെ ചുമതലകൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ കാത്തു സൂക്ഷിക്കുക, അട്ടിമറികൾ തടയുക, സങ്കീർണമായ യുദ്ധമുറകൾ, മിസൈൽ വികസനം, ആഭ്യന്തര സുരക്ഷ തുടങ്ങിയവയാണ്. കൂടാതെ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ പോലുള്ള പ്രാദേശിക സംഘങ്ങൾക്കുള്ള പിന്തുണ നൽകുന്നതിന്റെ ഉത്തരവാദിത്വവും IRGCക്കാണ്. പുതിയ തലവൻ ആരായാലും അവർക്ക് ഈ IRGCയുടെ പിന്തുണ ആവശ്യമാണ്. ഈ സൈനിക വിഭാഗം ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിൽ വലിയ തിരിച്ചടികൾ നേരിട്ടാലും പഴയ രീതിയിലുള്ള ഭരണം തന്നെ തുടരാൻ സാധിക്കും. ഇറാൻ സൈന്യമായ അർട്ടേഷിന്റെ ഉത്തരവാദിത്വം മറ്റ് രാജ്യങ്ങളിലെ സൈന്യങ്ങളുടേതുപോലെ അതിർത്തി സംരക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ്. ഇറാനിലെ നിലവിലെ താൽക്കാലിക ഭരണ സംവിധാനം തീവ്രപക്ഷക്കാരും മറ്റ് യാഥാസ്ഥിതിക പുരോഹിതന്മാരും ഉൾപ്പെടുന്നതാണ്. ഇവർ തമ്മിലടിച്ചാൽ ഭരണകൂടം തകരാം. സൈനികർ ഉത്തരവുകൾ അനുസരിക്കാൻ വിസമ്മതിക്കും. വ്യക്തമായ പദ്ധതിയുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷവും ഇറാന് ആവശ്യമാണ്. മന്ത്രാലയങ്ങൾ, പ്രാദേശിക ഓഫീസുകൾ, ദേശീയ മാധ്യമങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ആരുടെ കൈവശമാണ് എന്നത് നിർണായകമാകും. പ്രതിപക്ഷത്തെ നയിക്കാൻ ഒരുമിപ്പിക്കൽ ശക്തിയുള്ള നേതൃത്വമില്ല. പഴയ ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശിയായ റേസ പഹലവിയെ അനുകൂലിക്കുന്നവർ സ്ഥാപിത താൽപര്യങ്ങൾക്കായാണ് നിലകൊള്ളുന്നത്. സുരക്ഷ, അടിസ്ഥാന സേവനങ്ങൾ, അതിർത്തി സംരക്ഷണം തുടങ്ങിയവ ഉറപ്പാക്കാൻ വ്യക്തമായ ഒരു ഇടക്കാല പദ്ധതി അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങും. ഇത് ഇറാനെ മാത്രം ബാധിക്കുന്ന കാര്യം. ഇനി പശ്ചിമേഷ്യയിലേക്ക് വന്നാൽ, ഇറാനിലെ കേന്ദ്രീകൃത ഭരണം ഇല്ലാതായാൽ മേഖലയിൽ ആ ഒഴിവ് നികത്താൻ മത്സരമുണ്ടാകും. ആദ്യ പ്രതിഫലനം ഉണ്ടാവുക ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലാണ്. ഇറാന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുടെ അസ്തിത്വത്തെ ബാധിക്കും. ഇത് ഇസ്രായേലിന് സൈനിക നേട്ടം നൽകും. പക്ഷേ പുതിയ ഒട്ടേറെ ചെറിയ സായുധ സംഘങ്ങളുടെ വളർച്ചയ്ക്ക് അത് കാരണമാകും. ഇറാന്റെ ഭീഷണി നേരിടാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി രഹസ്യ ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ തകർന്നാൽ അവർ ഇസ്രായേലുമായി ബന്ധം അവസാനിപ്പിക്കും. മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ശ്രമിക്കും. അത് പുതിയ തർക്കങ്ങൾക്ക് തുടക്കമിടും. പ്രധാനമായും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനുള്ള പോരാട്ടം മേഖലയെ വീണ്ടും സംഘർഷഭരിതമാക്കുമെന്നും ആശങ്കയുണ്ട്. യുദ്ധത്തിലേക്ക് തിരികെ വന്നാൽ അമേരിക്കയ്ക്കൊപ്പം അണിചേരാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയാനാകില്ല എന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രസ്താവനയാണ് അതിൽ ഒടുവിലെത്തിയത്. ഇറാന് നേരെ നടത്തുന്നത് അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാതെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒടുവിൽ പറഞ്ഞത് യുദ്ധത്തിൽ പങ്കാളിയാകുമെന്നാണ്. ബ്രിട്ടനും ഫ്രാൻസും ഗ്രീസുമെല്ലാം സൈപ്രസിലേക്ക് സൈന്യത്തെ അയച്ചു. സൈപ്രസിലെ ബ്രിട്ടീഷ് സേനാതാവളം ഇറാൻ ആക്രമിച്ചതോടെയാണ് യൂറോപ്യൻ കക്ഷികളുടെ ഈ സൈനിക വിന്യാസം. പക്ഷേ ഇറാനെതിരെയുള്ള ആക്രമണത്തിനായി നാവിക വ്യോമത്താവളങ്ങൾ ഉപയോഗപ്പെടുത്താൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ആവർത്തിച്ചിരിക്കുകയാണ്. സ്പെയിനിലെ റോത്ത, മൊറോൺ എന്നീ താവളങ്ങളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നവ ഉൾപ്പെടെ 15 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തിരികെ പറക്കേണ്ടി വരികയും ചെയ്തു. സംഘർഷം വലിയ ആഗോള ദുരന്തമായി കലാശിക്കുമെന്നാണ് സ്പെയിനിന്റെ ഭയം. നാറ്റോ അംഗമായിരിക്കെയാണ് സ്പെയിൻ ഈ എതിർപ്പുയർത്തിയത് എന്ന് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനൊപ്പം കൂടാൻ ഒരു രാജ്യവും തയ്യാറായിട്ടില്ല. പ്രസ്താവന കൊണ്ട് ചൈനയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതൊഴിച്ചാൽ
ആക്രമണം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പശ്ചിമേഷ്യയുടെ കരയും കടലും ആകാശവും ഒരുപോലെ സംഘർഷഭരിതമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അതിശക്തമായ ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. സംയുക്ത സേനയുടെ ആദ്യ ദിവസത്തെ തന്നെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ 40-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സംയുക്ത സേന ആക്രമണം ഘടിപ്പിച്ചത്. ടെഹ്റാനിലെ പ്രസിഡന്റിന്റെ കാര്യാലയം, തന്ത്രപ്രധാന മേഖലയായ ഇസ്ഫഹാൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം അടുത്ത നേതൃനിരയാണ് എന്ന് ആക്രമിക്കപ്പെട്ട കെട്ടിടങ്ങളും പ്രദേശവും നോക്കിയാൽ മനസ്സിലാകും. അടുത്ത തലവൻ ആരായാലും അവർക്ക് ആയത്തുള്ള ഖമനേയിയുടെ വിധിയായിരിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണി ഈ പശ്ചാത്തലത്തിൽ പ്രധാനമാണ്. അതേസമയം ഇറാൻ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേലി പ്രതിരോധ സേന പറയുന്നു. ഇസ്രായേലിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടമുണ്ടാക്കാനും സാധിക്കുന്നവയാണ് ക്ലസ്റ്റർ ബോംബുകൾ. ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ ബോംബുകൾ 8 കിലോമീറ്റർ ചുറ്റളവിൽ ചിതറും. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക നിലയങ്ങൾക്ക് നേരെയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. ഇരു രാജ്യങ്ങളുടെയും കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 24 മണിക്കൂറിനിടെ 40 മിസൈലുകൾ തൊടുത്തതായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം സൗദി പ്രതിരോധ സേന തടഞ്ഞു. ദുബായിലെ US കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണ ശ്രമവും വിഫലമായി. മേഖലയിലെ എല്ലാ എംബസികളും അമേരിക്ക അടച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിരോധമൊരുക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിട്ടുണ്ട്. അതിനായി മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പൽ അയച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് അടച്ച അവസ്ഥയിലാണ്. ഇതുവഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഹോർമുസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇതിനിടെ ലെബൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ കരയാക്രമണവും ആരംഭിച്ചു. ഹെസ്ബുള്ള പ്രത്യാക്രമണം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സംഘർഷത്തിൽ 60-ലധികം പേർ കൊല്ലപ്പെട്ടു. മേഖലയിലെ 80 ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയി. 50,000-ലധികം പേർ പലായനം ചെയ്തു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുദ്ധം മുറിവേൽപ്പിക്കുന്നത് സാധാരണക്കാരുടെ മനസ്സിനെയും ശരീരങ്ങളെയുമാണ്. അതേസമയം ഇസ്രായേലും അമേരിക്കയും ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രം ലക്ഷ്യമിടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ISNA വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ പുതിയതായി സ്ഥാനമേൽക്കുന്നയാൾ ആരായാലും അയാളെ ഉന്മൂലനത്തിനുള്ള ലക്ഷ്യമായിരിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈയൊരു ഭീഷണി. ഡിമോണ ആണവ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഷിമോൺ പെരസ് നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമായ ബിർഷബയിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഇത്. ജോർദാനിയൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ പടിഞ്ഞാറ് വശത്തും ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് 75 കിലോമീറ്റർ കിഴക്കുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഡിമോണിൽ നടത്തുന്ന ഏതൊരു ആക്രമണവും ഇസ്രായേലിന് മാത്രമല്ല ജോർദാൻ, ഈജിപ്ത് പോലുള്ള അയൽ രാജ്യങ്ങൾക്കും വലിയ അപകടമുണ്ടാക്കും. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്നായ ഡിമോണ ഔദ്യോഗികമായി ഗവേഷണ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് എങ്കിലും ഇത് ആണവ കേന്ദ്രമാണ് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ലഭിച്ചുവെങ്കിലും അവയെ ലക്ഷ്യമിടാൻ ഇറാന് കഴിയുമോ എന്നത് സംശയകരമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡിമോണയെ ലക്ഷ്യമിടാൻ ഇറാന് മിസൈൽ ശേഷിയുണ്ടെങ്കിലും ഇസ്രായേലിന്റെ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ കാരണം ഇത്തരമൊരു ആക്രമണത്തിന് സാധ്യത ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്.